അപ്പോൾ നമുക്ക് വീട്ടിലെ ഒരു വോട്ട് എയ്റ്റിൻ്റെ ഡേ കണ്ടാലോ. അത് മാത്രമല്ല വേറെ കുറച്ച് ഷോർട്സും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ കഴിച്ചത് പുട്ട്, സോയാബീൻ ഫ്രൈ ആൻഡ് 2 മീൻ പൊരിച്ചത്. യെസ്. അതിനുശേഷം ഞാൻ ഇങ്ങനെ അനിയത്തിൻ്റെ അടുത്ത് പോയപ്പം അവൾ പുതിയ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ ലഞ്ചിന് കഴിച്ചത് ചോറ്, വൻപയർ, കൂർക്കൻ്റെ ഫേവറേറ്റാണ്. പിന്നെ പപ്പടം, കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് മൈ സിമ്പിൾ ബട്ട് അടിപൊളി ലഞ്ച്. അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡേറ്റ്സ് കഴിച്ചു. നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ആയിരുന്നു കേട്ടോ ഇത്. അതിനുശേഷം എൻ്റെ കസിൻ്റെ വാവ് വന്ന് അവളെ കുറച്ച് കളിപ്പിച്ചു. പിന്നെ ഇടയ്ക്ക് ഞാൻ മിസ് ചെയ്തിട്ട് ഇപ്പം ചെയ്യാൻ തുടങ്ങുന്ന ഒരു സാധനമാണ് ഫേസ് മസാജിങ്. നിങ്ങൾക്കറിയാം, ഞാൻ പണ്ടൊക്കെ എപ്പോഴും ചെയ്യുമായിരുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ കാന്താര കാണാൻ വേണ്ടിയിട്ട് പോയി, ചാപ്റ്റർ 1. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി മുമ്പും കാന്താര കാണാൻ ഇതുപോലെ ഞാനും അമ്മ അനിയത്തിയും കൂടെ ഒരുമിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണയും ഒരുമിച്ചാണ്, അമ്മയായിട്ടാണ് പോകുന്നത്. അങ്ങനെ കാന്താരയൊക്കെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അന്ന് ഫസ്റ്റ് തവണ കണ്ടപ്പോൾ ഉള്ള അതേ ഗൂസ് ബംസ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടി. അങ്ങനെ അതിന് ശേഷം ടയേർഡായി. ഇനിയിപ്പോൾ ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാം. അങ്ങനെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചു. പിന്നെ നമ്മൾ അവിടെ ഒരു ചന്തയുണ്ട്, അപ്പോൾ അതിൽ കൂടെ നടക്കുവാണ്. ആ ചന്ത എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉള്ള ചന്തയാണ്. ബിക്കോസ് ചെറുപ്പത്തിൽ അച്ഛമ്മേൻ്റെ കൂടെ എപ്പോഴും ഇവിടെ വരുമായിരുന്നു. അങ്ങനെ എഗെയിൻ ഞാൻ കൂർക്ക വാങ്ങിക്കണം ഗൈസ്. എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടം. അച്ചുവിൻ്റെ അമ്മയിലെ ഉർവശീനെ പോലെ ഞാൻ എപ്പോഴും വാങ്ങിക്കും. അങ്ങനെ പിന്നെ നമ്മൾ 2 ലിപ് ലൈനർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് ആയപ്പോൾ നമുക്ക് നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പത്തിരി ഉണ്ടായിരുന്നു, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്. സ്വാദിഷ്ടമായ ഡിന്നറായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീട്ടിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റാം. ബൈ.